ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 11-ാം സർഗം, യുദ്ധകാന്ഡം 11-ാം സർഗത്തിൽ 71-ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. പിന്നെ ഏത് ബലമുള്ള ശരീരത്തിൽ നശിപ്പിക്കാൻ ശക്തിയുള്ള മഹാഭയങ്കരമായിട്ടുള്ള ആ അമ്പ മാറിടത്തിൽ ആഴത്തിലങ്ങോട്ട് തറച്ചു. ബ്രഹ്മാസ്ത്രം. ആ ബ്രഹ്മാസ്ത്രം രാവണൻ്റെ മാറിടത്തിൽ ആഴത്തിൽ തറച്ചപ്പോൾ ആ മഹാത്മാവായ രാവണൻ്റെ ഹൃദയത്തെ പിളർന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 72. രാവണസ്യ ഹരൻ പ്രാണാൻ വിവേശധരണീതലേ സശരോ രാവണം ഹത്വാ രാമതൂണീരമാവിശത്. അത്ഭുതം. രാവണൻ്റെ ജീവനെ ഹരൻ, രാവണസ്യ പ്രാണാൻ ചാൽ രാവണൻ്റെ ജീവനെ ഹരിക്കുന്നതായിട്ട് ധരണീതലേ വിവേശ, ഭൂതലത്തിൽ പ്രവേശിച്ചു. എന്താ അറിയോ, അതിനെ രാവണനെ കൊന്നിട്ട് സശരം, ആ ശരം രാവണം ഹത്വ, രാവണനെ കൊന്നിട്ട് രാമതൂണീരം, രാമൻ്റെ ഈ ആവനാഴിയിൽ തന്നെ ആവിശത്ത് പ്രവേശിച്ചു. അതല്ലേ അത്ഭുതം. ഭഗവാനെ തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിലേക്ക് തന്നെ വരും അമ്പ്. ആരെയാണ് ലക്ഷ്യം? ബ്രഹ്മാസ്ത്രേ. ആരെയാണ് ലക്ഷ്യം വെച്ച് അയച്ചത്? ആ ബ്രഹ്മാസ്ത്ര ആ ആളെ കൊന്നിട്ട് തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിലേക്ക് തന്നെ വന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ബാണത്തിൻ്റെ ശക്തി, ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി രാവണൻ്റെ ജീവനെ അപഹരിച്ചിട്ടും എന്നിട്ടും കഴിഞ്ഞിട്ടില്ല ശക്തി. അതുകൊണ്ട് ഭൂമിയിൽ ആഴത്തിൽ ചെന്ന് തറച്ചു. അതായത് അത്ര ശക്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് രാവണൻ്റെ മാറ് തുളച്ചങ്ങോട്ട് പോയി. എന്നിട്ടും ആ പിളർന്ന് പോയിട്ടും അതിൻ്റെ ശക്തി ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ആഴത്തിലങ്ങോട്ട് ഭൂമിയിൽ ചെന്ന് തറച്ചു. എന്നിട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് രാമൻ്റെ ആവനാഴിയിൽ തന്നെ പ്രവേശിച്ചു. അതായത് ഈ അമ്പ് തൊടുത്ത ആളുടെ തേജസ് കൊണ്ടാണത്രേ ആ അമ്പ് അയച്ച ആളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണതേ അമ്പേ. ആ അയച്ച ആളുടെ അതിപ്രഭാവം ഉണ്ടല്ലോ, ഭഗവാൻ തന്നെയല്ലേ ഇത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചത്. അപ്പോൾ ബ്രഹ്മാസ്ത്രം അതിനുപയോഗം കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രഭാവം കൊണ്ടാണ് അത് തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിലേക്ക് തന്നെ വന്നു. ആക്ച്വലി രാവണൻ്റെ ഹൃദയം പിളർന്നതിന് ശേഷം ശക്തി ബാക്കി ഉണ്ടായിരുന്നതിന് കുറേ ശക്തി ഭൂമിയിൽ ആഴത്തിൽ പോയി പതിച്ച് പിന്നെ അവിടുന്ന് തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിൽ വന്നു. രാവണസ്യ ഹരൻ പ്രാണാൻ വിവേശധരണി തലേ സശരോ രാവണം ഹത്വാ രാമതൂണീരം ആവിശത്. രാവണൻ്റെ ആവനാഴിയിലേക്ക് തിരിച്ചു വന്നു. രാമൻ്റെ ആവനാഴിയിലേക്ക് തിരിച്ചു വന്നു. തസ്യ ഹസ്താൽ പപാതാശു സശരം കാർമുകം മഹദ് ഗദാസുർഭ്രമിവേഗേന രാക്ഷസേന്ദ്രോപതദ്ഭുവി. തസ്യ ഹസ്താദ്, അവൻ്റെ കയ്യിൽ നിന്ന്, സശരം, അതായത് അമ്പോട് കൂടിയ മഹത് കാർമുക, ആ മഹത്തായ വില്ല്, ആശു പപാത, അപ്പം രാവണൻ്റെ ഹൃദയം പിറന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന വില്ലും താഴത്തേക്ക് വീണു. ഗദാസു രാക്ഷസേന്ദ്ര, അങ്ങനെ പ്രാണൻ വിട്ടുപോയ ആ രാക്ഷസ വീരൻ ഭ്രമിവേഗേന, ഒരു ചുഴലിക്കാറ്റിൻ്റെ വേഗത്തിൽ ഭുവി അപതത്, അങ്ങനെ വീണു, നിലത്ത് വീണു, മരിച്ചു വീണു. രാവണൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ആ ബാണത്തോടുകൂടിയ വില്ല് കയ്യിൽ നിന്ന് ആദ്യം വീണു. കാരണം ജീവൻ പോയില്ലോ. ആ പ്രാണൻ പോയ രാവണൻ ഒരു ചുഴലിക്കാറ്റ് നിലത്ത് വന്ന് പതിക്കണ പോലെ ഭൂമിയിൽ വന്ന് പതിച്ചു. അത്ര ശക്തിയും വലിപ്പവും ഒക്കണ്ടേ. തസ്യ ഹസ്താദ് പപാതാശു സശരം കാർമുകം മഹദ് ഗദാസുർഭ്രമിവേഗേന രാക്ഷസേന്ദ്രോ അപതദ്ഭുവി. രാക്ഷസേന്ദ്രൻ ഭൂമിയിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ വന്ന് പതിച്ചു.
തം ദൃഷ്ട്വാ പതിതം ഭൂമൗ ഹതശേഷാശ്ച രാക്ഷസാ ഹതനാഥ ഭയത്രസ്താ ദുദ്രുവു സർവതോ ദിശം. ഹതശേഷാഹ അതായത് ബാക്കി കൊല്ലപ്പെടാത്തവരെ രാക്ഷസന്മാര്, ഈ യുദ്ധത്തിൽ മരിക്കാത്ത രാക്ഷസന്മാര്, അതാണ് ഹതശേഷ, കൊന്ന് ബാക്കിയുള്ളവര് എന്താ, കൊല്ലപ്പെടാത്ത രാക്ഷസന്മാര്. ഹതനാഥ അതായത് കൊല്ലപ്പെട്ട അവരുടെ നാഥനോട് കൂടിയവരും, ഭയത്രസ്താഹ ഭയം കൊണ്ട് പരവശന്മാരുമായിട്ട്, സർവതോദിശം സർവദിക്കുകളിലേക്കും ദുദ്രുവു ഓടി, പാവം ജീവൻ പോവാത്ത രാക്ഷസന്മാരെ, അതായത് ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് ഭൂമിയിൽ രാവണൻ വീണത് കണ്ടിട്ട് യുദ്ധത്തിൽ ബാക്കി ജീവൻ അതായത് ബാക്കി മരിക്കാത്ത ബാക്കി രാക്ഷസന്മാർ, അതായത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണൻ വീണതിനെ കണ്ടപ്പോൾ യുദ്ധത്തിൽ ബാക്കി അവശേഷിച്ചിരുന്ന രാക്ഷസന്മാർ അത് കണ്ടു, രാവണൻ വീണതേ. അവരുടെ നാഥനും അവരുടെ രാജാവാണല്ലോ, രാക്ഷസ രാജാവും നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ഇനി ഒരു അവലംബമില്ലല്ലോ എന്ന് ഓർത്ത് ഭയം കൊണ്ട് യുദ്ധക്കളത്തിൽ നിൽക്കാൻ ധൈര്യമില്ലാതെ സർവ്വദിക്കുകളിലേക്കും ബാക്കി രാക്ഷസന്മാർ ഓടിത്തുടങ്ങി എന്നാണ് പറഞ്ഞത്. അത്ഭുതമല്ലല്ലോ, രാവണൻ വീണുണ്ടപ്പോൾ ഇനി ഇവർക്ക് രാജാവില്ല, ഇവർക്ക് ആരെ ആശ്രയിക്കുക? അപ്പോൾ അവർക്ക് രാവണൻ എത്ര ശക്തിയുള്ള ആളാണ്, ആ ആളെ വീഴ്ത്തിച്ചാൽ പിന്നെ ഇവരുടെ കാര്യം എന്താ? അപ്പോൾ അവർക്ക് പേടിയായിട്ട് അവർ ഓടി 4 ഭാഗത്തേക്കും. തം ദൃഷ്ട്വാ പതിതം ഭൂമൗ ഹതശേഷാശ്ച രാക്ഷസാ, രാവണൻ ജീവനറ്റ് വീണപ്പോളേ ഹതനാഥ സ്വന്തം നാഥൻ വീണുല്ലോ, ഭയത്രസ്ത ഭയവിവശരായിട്ട്, ദുദ്രുവു സർവതോദിശം എല്ലാ ദിക്കുകളിലേക്കും ഓടി. 75 76 ഒരു വരിയുള്ളൂ. ദശഗ്രീവസ്യ നിധനം വിജയം രാഘവസ്യ ച തതോ വിനേതു സംഹൃഷ്ടാഃ വാനരാജിതകാശിന. 76 വദന്തോ രാമവിജയം രാവണസ്യ ച തദ്വധം തഥാ അതിനുശേഷം ജിതകാശിന ശത്രുക്കളെ ജയിച്ചവരും സംഹൃഷ്ട അങ്ങേയറ്റം സന്തോഷിച്ചവരുമായ വാനരന്മാർ രാവണസ്യ രാവണന്റെ ആ വധത്തെയും രാമവിജയം രാമനുണ്ടായ വിജയത്തെയും വദന്താഭിനീതു പറയുന്നവരായിട്ട് സന്തോഷിച്ചു. അതായത് ശത്രുക്കളെ ജയിച്ചതുകൊണ്ട് വളരെ സന്തുഷ്ടരായിട്ടുള്ള വാനരന്മാർ രാമൻ ജയിച്ചതിനെ പറ്റിയും രാവണൻ വധിക്കപ്പെട്ടതിനെ പറ്റിയൊക്കെ ഉച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആഘോഷിച്ചു എന്ന്. രാവണൻ്റെ മരണവും ഭഗവാന്റെ വിജയവും അവർ ആഘോഷിച്ചു. ദശഗ്രീവസ്യ നിധനം വിജയം രാഘവസ്യ ച തതോ വിനേതു സംഹൃഷ്ടാ വാനരാജിതകാശിന വദന്തോ രാമവിജയം രാവണസ്യ ച തദ്വധം. എന്നിട്ടോ അഥാന്തരീക്ഷേ വ്യനദൽ സൗമ്യസ്ത്രിദശദുന്ദുഭി പപാതപുഷ്പവൃഷ്ടിശ്ച സമന്താദ്രാഘവോപരി തുഷ്ടൂർമുനയ സിദ്ധാശ്ചാരണാശ്ച ദിവൗകസ അഥാന്തരീക്ഷേ നനൃതു സർവതോപ്സരസോ മുദ. ഇന്ദ്രജിത്തിനെ കൊന്നപ്പോൾ തന്നെ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. അപ്പോൾ രാവണനെ കൊല്ലുമ്പോൾ പുഷ്പവൃഷ്ടി ചെയ്യാണ്ടിരിക്കില്ലല്ലോ ദേവന്മാരെ. കാരണം ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ രാവണവധാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ പിന്നെ പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറയാല്ലേ, അതാണ് പറയണത്. അന്തരീക്ഷത്തിൽ സൗമ്യഹാത്രിദശ ദുന്ദുഭി മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിൽ ദേവന്മാർ വാദ്യം മുഴക്കി, വ്യനദത്ത് പറഞ്ഞാൽ മുഴങ്ങി, ദേവന്മാർ വാദ്യം മുഴക്കി. രാഘവോപരി രാമൻ്റെ മീതെ സമാന്താത് 4 ഭാഗത്തും പുഷ്പവൃഷ്ടിം പപാത പുഷ്പവൃഷ്ടി ചെയ്തു. പിന്നെ ദിവൗകസ അതായത് സ്വർഗവാസികളെല്ലാവരും വലിയ മുനിമാരും സിദ്ധന്മാരും ചാരണന്മാരും തുഷ്ടു എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. മുനിമാരും ദേവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ ഭഗവാനെ സ്തുതിച്ചു. അന്തരീക്ഷേ അതിനുശേഷം ആകാശത്തിൽ സർവ്വത എല്ലാ ഭാഗത്തിലും അപ്സരസുകളെ നൃതു ഇതൊക്കെ സാധാരണ സന്തോഷമായി ചെയ്യണതാണല്ലോ, എന്താണ് നർത്തനം ചെയ്തു. അതായത് എന്താണ് അപ്പോൾ ഈ 2 ശ്ലോകത്തെ പറഞ്ഞാൽ, അതിനുശേഷം ആകാശത്തിൽ അങ്ങേയറ്റം ഹൃദയത്തിന് ആനന്ദം തരുന്ന തരത്തിൽ ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴങ്ങി, ദേവന്മാരുടെ വാദ്യഘോഷങ്ങൾ മുഴങ്ങി.
എല്ലാവരുടെയും ഹൃദയത്തിനെയും സന്തോഷിപ്പിക്കുമാറ് ദേവന്മാരുടെ വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ശ്രീരാമൻ്റെ വീട്ട് 4 ഭാഗത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. സ്വർഗവാസികളായിട്ടുള്ള മുനികളും സിദ്ധന്മാരും ചാനന്മാരും ഒക്കെ ശ്രീരാമനെ സ്തുതിച്ചു. ആകാശത്തിൽ 4 ഭാഗത്തും അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. അഥാന്തരീക്ഷേ വ്യനദൽ സൗമ്യസ്ഥിതശദുന്ദുഭി പപാത പുഷ്പവൃഷ്ടിശ്ച സമാന്താദ്രാഘവോപരി തുഷ്ടുർമുനയ സിദ്ധാശ്ചാരണാശ്ച ദിവൗകസ അഥാന്തരീക്ഷേ. ദിവൗകസ സ്വർഗവാസികളായിട്ടുള്ള മുനിമാരും സിദ്ധന്മാരും ചാരണന്മാരും. തഥാന്തരീക്ഷേ നൃതു സർവതോപ്സരസോ മുത. അപ്സരസുകളും നൃത്തം ചെയ്തു. രാവണസ്യ ച ദേഹോത്ഥം ജ്യോതിരാദിത്യവൽസ്ഫുരദ് പ്രവിവേശ രഘുശ്രേഷ്ഠം ദേവാനാം പശ്യതാം സതാം. രാവണൻ്റെ ദേഹോത്ഥം, ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട ആദിത്യവസ്ഫുരദ് ജ്യോതി, അതായത് ആദിത്യനെ പോലെ പ്രകാശമുള്ള ഒരു ജ്യോതിസ് ദേവാനാം പശ്യതാം സദാം, ദേവന്മാർ നോക്കി നിൽക്കെ രഘുശ്രേഷ്ഠം രാമനെ പ്രവേശിച്ചു. അതായത് രാവണന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതും സൂര്യനെ പോലെ ഉജ്ജ്വലിക്കുന്നതുമായിട്ടുള്ളൊരു പ്രകാശം ശ്രീരാമനിൽ വന്ന് ലയിച്ചു. അത് ദേവന്മാർ കണ്ടുകൊണ്ട് നിന്നു. അതായത് കണ്ടു അവർ രാവണൻ്റെ ആത്മാവിൻ്റെ ഒരു ആത്മാവ് ഭഗവാന്റെ മേലേക്ക് വരണത് കണ്ടു അവർ. ആ ശ്ലോകം കഴിഞ്ഞിട്ട് 76-77 പോവാം. രാവണസ്യ ച ദേഹോത്ഥം ജ്യോതിരാദിത്യവസ്ഫുരദ് പ്രവിവേശ രഘുശ്രേഷ്ഠം ദേവാനാം പശ്യതാം സദാം. 76-77 ഒരു വരി കേട്ടോ. ദേവാഊചുരഹോ ഭാഗ്യം രാവണസ്യ മഹാത്മനാ വയം ദു സാത്വികാ ദേവാ വിഷ്ണോഃ കാരുണ്യഭാജനാഃ ഭയദുഃഖാദിഭിർവ്യാപ്താഃ സംസാരേ പരിവർത്തിന. മഹാത്മന രാവണസ്യ, മഹാത്മാവായ രാവണൻ്റെ ഭാഗ്യം അഹോഭാഗ്യം. രാവണൻ്റെ ഭാഗ്യം എന്ന് പറയണം എല്ലാവരും. വിഷ്ണോഹോ, വിഷ്ണുവിൻ്റെ കാരുണ്യ ഭാജനാഹ, കരുണയ്ക്ക് പാത്രമായവനും സാത്വിക സത്വഗുണസമ്പന്നരും ദേവാവയം തു, ദേവന്മാരുമായ ഞങ്ങളാകട്ടെ, അതായത് ഭഗവാന് പ്രിയപ്പെട്ടവരാണ് ദേവന്മാർ, ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത ഭയദുഃഖാദിഭിവ്യാപ്ത, ഞങ്ങൾക്ക് പോലും ഭയദുഃഖ ആദികളാൽ ഞങ്ങൾ വ്യാപിക്കപ്പെട്ടവരാണ്. സംസാരത്തിൽ പരിവർത്തിന വസിക്കുന്നവരായിരിക്കുന്നു എന്ന് ഊച്ചു, ദേവന്മാർ പറഞ്ഞു. എന്താ അറിയോ, മഹാത്മാവായ രാവണന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഹാത്മാവെന്ന് പറയുമൊക്കെയൊന്നും ശല്യ, ദുരാത്മാവും ആണ് അല്ലേ. പക്ഷെ എന്നാലും മഹാത്മാവായ രാവണൻ്റെ നല്ല ഭക്തനാണ്, ശിവഭക്തനാണ്, നല്ല അറിവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു വിധി കൊണ്ട് അങ്ങനെ വന്നു. രാവണൻ്റെ അപ്പം മഹാത്മാവായ രാവണൻ്റെ ഭാഗ്യം അത്ഭുതം തന്നെ. മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്തിന് അങ്ങേയറ്റം അവകാശികളും സത്വഗുണപ്രധാനികളും ദേവന്മാരുമായിട്ടുള്ള നമ്മൾക്ക് പോലും ഭയവും ദുഃഖവും എന്നിവയോടുകൂടിയവരായിട്ട് നമ്മൾ സംസാരത്തിൽ തന്നെ കിടക്കണു എന്ന് പറഞ്ഞു. അതായത് ദേവന്മാർ പറയണത് എന്താ വെച്ചാൽ ദേവന്മാരെക്കാളും ഭാഗ്യം ചെയ്ത ആളാണ് രാവണൻ. കാരണം ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചുല്ലോ. നമ്മളെ ദേവന്മാർ പറയണ നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവരാണെങ്കിലും സത്വഗുണപ്രധാനികളാണെങ്കിലും, മറ്റതിപ്പോൾ രജോ ഗുണപ്രധാനിയാണല്ലോ രാവണൻ. അപ്പം നമ്മൾ സത്വഗുണപ്രധാനികളാണെങ്കിലും ഭഗവാന് പ്രിയപ്പെട്ടവരുമാണ് ദേവന്മാരുടെ എന്താണ് യാചന. ദേവന്മാർ യാചിച്ചിട്ടാണ് ഇപ്പോൾ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചത് തന്നെ അല്ലേ, ഭൂഭാരം തീർക്കാൻ, രാവണനെ കൊല്ലാൻ. അപ്പോൾ ദേവന്മാരും ഭഗവാനും വളരെ പ്രിയപ്പെട്ടവരാണ്, സത്വഗുണപ്രധാനികളാണ്. എന്നിട്ടും നമുക്ക് ഭയവും ദുഃഖമായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്നു. സ്വർഗത്തിലും അങ്ങനെയാണ്. സ്വർഗത്തിലും സ്വർഗസുഖമാണ്. അത് കഴിഞ്ഞാൽ ആദ്യം മനുഷ്യനായി ജനിക്കും വേണം സംസാരത്തിൽ. അപ്പോൾ സ്വർഗസുഖമൊന്നും ഒട്ടും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണത് അതിലും എത്രയോ അധികം ഭാഗ്യമാണെന്ന് ദേവന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് രാവണൻ എത്ര ഭാഗ്യവാനാണെന്ന് പറയണം. ദേവാ ഊചുരഹോ ഭാഗ്യം രാവണസ്യ മഹാത്മനാ വയം തു സാത്വികാ ദേവാ വിഷ്ണോ കാരുണ്യഭാജനാഃ ഭയദുഃഖാദിഭിർവ്യാപ്ത സംസാരേ പരിവർത്തിന. നമ്മൾ ഭയവും ദുഃഖവും ഒക്കെയുള്ള ഈ സംസാരത്തിൽ തന്നെ നമുക്ക്
ഇപ്പം സ്വർഗത്തിലാണെങ്കിലും സ്വർഗസുഖം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജനിക്കണം, എന്നിട്ട് വേണം മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് വേണം. അപ്പോൾ രാക്ഷസനോ എന്താ വെച്ചാൽ അപ്പോൾ ഭൂമിയിൽ ജനിക്കണം മോക്ഷം കിട്ടണമെങ്കിൽ. അപ്പോൾ മഹാത്മാവായിട്ടുള്ള രാവണൻ തന്നെയാണ് ഭാഗ്യവാൻ എന്ന് അവർക്ക് തോന്നുകയാണ്. അയം തു രാക്ഷസ ക്രൂരോ ബ്രഹ്മാഹാദീവ താമസ. അത് 77 ഒരു വരിയായിട്ടോ. ഇനി 78. പരദാരരഥോ വിഷ്ണുദ്വേഷീ താപസ ഹിംസക പശ്യൽസു സർവഭൂതേഷു രാമമേവ പ്രവിഷ്ടവാൻ. ബ്രാഹ്മണരെ മുഴുവൻ ഉപദ്രവിക്കുന്നവനും ക്രൂരനും പരദാരരഥ പരന്മാരുടെ ഭാര്യമാരിൽ ആഗ്രഹമുള്ളവനും. അങ്ങനെയാണല്ലോ സീതയെ കട്ടത് രാവണൻ. താപസഹിംസക താപസന്മാരെ, അതായത് മുനികളെ ഉപദ്രവിക്കുന്നവനും വിഷ്ണുവിനെ ദ്വേഷിക്കുന്നവനും അതീവ താമസ അത്യന്തം തമോഗുണം ബാധിച്ചവനുമായ അയം തു ഇവനാകട്ടെ സർവഭൂതേഷു പശ്യൽസു നമ്മളൊക്കെ നോക്കി നിൽക്കെ, എല്ലാ ഭൂതങ്ങളും നോക്കി നിൽക്കെ രാമം ഏവ രാമനെ തന്നെ പ്രവേശിച്ചവനായി. അവർക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്ര ദുഷ്ടൻ, ഈ ശിശുപാലൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രാഹ്മണന്മാരെ ഉപദ്രവിക്കുന്നവരും പാപിയും അന്യന്മാരുടെ ഭാര്യമാരിൽ അത്യാസക്തി ഉള്ളവനും വിഷ്ണുദ്വേഷിയും താപസന്മാരെ, അതായത് മഹർഷിമാരെ ഹിംസിക്കുന്നവനും അത്യന്തം തമോ ഗുണപ്രധാനിയുമായ ഇവനാവട്ടെ സർവപ്രാണികളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാമനിൽ പ്രവേശിച്ചു. നമ്മളാണെങ്കിൽ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ്, സത്വഗുണപ്രധാനികളാണ്, നമ്മളിങ്ങനെ കടന്നു ദുഃഖിക്കണു എന്ന് പറയാണ് ദേവന്മാർ. അയം തു രാക്ഷസ ക്രൂരോ ബ്രഹ്മാഹാദീവ താമസ പരദാരരഥോ വിഷ്ണുദ്വേഷീ താപസഹിംസക പശ്യൽസു സർവഭൂതേഷു രാമമേവ പ്രവിഷ്ടവാൻ. ഇനി 79, 80, 81, 82, 83 ഒന്നിച്ചാണ്. ഏവം ബ്രുവൽസു ദേവേഷു നാരദ പ്രാഹസസ്മിത ശൃണുതാ തത്ര സുരാ യൂയം ധർമ്മതത്വവിചക്ഷണാഃ രാവണോ രാഘവദ്വേഷാദനിശം ഹൃദി ഭാവയൻ ഭൃത്യൈ സഹ തഥാ രാമചരിതം ദ്വേഷസംയുത ശ്രുത്വാ രാമസ്വനിധനം ഭയാൽ സർവത്ര രാഘവം പശ്യന്നനുദിനം സ്വപ്നേ രാമമേവാനുപശ്യതി. എന്താ കാരണം പറയണത് നാരദൻ. ക്രോധോപി രാവണസ്യാശു ഗുരുബന്ധധികോഭവത് രാമേണ നിഹതശ്ചാന്തേ നിർധൂതാശേഷകൽമഷഃ രാമസായുജ്യമേവാപരാവണോ മുക്തബന്ധന. എന്താ പറഞ്ഞാൽ ദേവന്മാരെ ഏവം ബ്രുവൽസു ഇങ്ങനെ തമ്മിൽ പറയുകയാണ്. രാവണൻ്റെ ഒരു ഭാഗ്യം, നമ്മളെ ഇത്ര സത്വഗുണപ്രധാനികളായിട്ട് നമുക്ക് ഈ ഭാഗ്യം ഉണ്ടായില്ല എന്ന് അവർ തമ്മിൽ പറയുമ്പോൾ സസ്മിത നാരദ ചിരിച്ചുകൊണ്ട് നാരദൻ എന്ത് പറഞ്ഞു? പറഞ്ഞു ധർമ്മതത്വവിചക്ഷണാഃ സുരാഹ ധർമ്മതത്വത്തെ അറിയുന്നവരിൽ സമർത്ഥന്മാരായ ദേവന്മാരെ യൂയം ശൃണുത നിങ്ങളൊരു കാര്യം കേൾക്കൂ. ശൃണുത എന്ന് പറഞ്ഞാൽ കേൾക്കൂ. രാവണൻ രാഘവദ്വേഷാൽ രാഘവനോട് ദേഷ്യം കാരണം ദ്വേഷസംയുത വളരെ ദ്വേഷത്തോടു കൂടിയവനായിട്ട് ഭൃത്യൈഹി സഹ ഭൃത്യന്മാരോടുകൂടി സദാ രാമചരിതം, അതായത് ഈ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ സദാ, അല്ലെങ്കിൽ കംസനെ പോലെ തന്നെ പേടിയുണ്ട് എപ്പോഴും കൃഷ്ണനെ വിചാരിച്ചു പറഞ്ഞില്ലേ നമ്മൾ, അതേപോലെ തന്നെ ഈ ശ്രീരാമൻ രാവണൻ വിദ്വേഷഭക്തിയാണ് ഇതിൽ കാണുന്നത്. എന്താ പറയുക, ദേഷ്യം കൊണ്ട് എപ്പോഴും എങ്ങനെ രാമനെ തുരത്താം എന്നുള്ളത് തന്നെയാണ്. രാമൻ്റെ കാര്യം എപ്പോഴും പറയും. എന്താ വെച്ചാൽ രാമനോടുള്ള ദേഷ്യം കൊണ്ട്. അപ്പോൾ വിദ്വേഷഭക്തിയുടെ തീവ്രതയാണ് കാണിക്കണം. അപ്പോൾ ഭൃത്യന്മാരോടുകൂടി സദാ രാമചരിതം, എപ്പോഴും രാമൻ്റെ ചരിത്രത്തെ ഭാവയൻ, ഹൃദയത്തിൽ എപ്പോഴും രാമനെ വിചാരിക്കേണ്ട ദേഷ്യമായിട്ടാണെന്നേ ഉള്ളൂ. രാമാൽ സ്വനിധനം ശ്രുത്വ രാമനിൽ നിന്ന് തൻ്റെ മരണം ഉണ്ടാവുന്ന അറിഞ്ഞപ്പോൾ ഭയം കൊണ്ടും സർവത്ര രാഘവം പശ്യൻ എല്ലാറ്റിലും രാമനെ കാണാൻ തുടങ്ങി. അതും ആരെ പോലെ? കംസനെ പോലെ. ഭയം കൊണ്ടും രാമനെ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ദ്വേഷം കൊണ്ടും ചിന്തിക്കുന്നുണ്ട്. അതായത് വിദ്വേഷഭക്തിയുണ്ട്, ഭയഭക്തിയുണ്ട്. അങ്ങനെ അനുദിനം ദിവസം തോറും സ്വപ്നത്തിൽ രാമമേവ അനുപശ്യതി സ്വപ്നത്തിൽ രാമനെ കാണും. രാവണത്തെ ക്രോധ അഭി രാവണന്റെ ക്രോധവും
ഗുരുബന്ധു അധിക അഭവത്. ഗുരുവിനേക്കാളും ബന്ധുക്കളെക്കാളും അധികമായിട്ട് ഭവിച്ചു. എപ്പോഴും രാമനെ വിചാരം. കാരണം ദേഷ്യമുണ്ട്, ഭയമുണ്ട്. അന്തേ അവസാനത്തിൽ രാമേണ നിഹതം, രാമനാൽ നിഹനിക്കപ്പെടാനും പെട്ടവനും നിർധൂതാശേഷ കൽമഷ, അപ്പോൾ എല്ലാ പാപവും കഴുകിക്കളഞ്ഞവന് കളയപ്പെട്ടവനുമായിട്ട് മുക്തബന്ധന രാവണൻ മോചിപ്പിക്കപ്പെട്ട ബന്ധനത്തോടുകൂടി രാമസായുജ്യം മേവച, രാമൻ്റെ സായുജ്യത്തെ പ്രാപിച്ചു. എന്താണ് പറയണ? നാരദൻ ഇവർ തമ്മിൽ ദേവന്മാർ ഇങ്ങനെ പരസ്പരം പറയുമ്പോൾ മന്ദഹാസം ചെയ്തുകൊണ്ട് നാരദൻ പറഞ്ഞു, ധർമ്മതത്വം നന്നായി നിങ്ങൾക്ക് അറിയാലോ ദേവന്മാരെ, നിങ്ങളിത് കേൾക്കൂ. രാമനിൽ ദ്വേഷം കാരണമായിട്ട് രാവണൻ തൻ്റെ ഭൃത്യന്മാരോടുകൂടി എല്ലാ സമയത്തും രാമചരിതത്തെ തന്നെ പറയുക. എന്നിട്ട് എപ്പോഴും രാമനെ തന്നെ ഹൃദയത്തിൽ ചിന്തിക്കുന്നവനും രാമനിൽ നിന്നാണ് തനിക്ക് മരണം എന്നറിഞ്ഞത് തൊട്ട് ഭയം കൊണ്ട് രാമനെ തന്നെ എല്ലാ ദിക്കിലും കാണാനും കൂടി തുടങ്ങി. അങ്ങനെ ദിവസം തോറും സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും രാമനെ തന്നെ നിരന്തരം മനസ്സിൽ കണ്ടു. രാവണൻ്റെ ക്രോധവും ഈ ഗുരുവിനേക്കാളും ബന്ധുക്കളെക്കാളും അധികം ഗുണം, അത്ര ദേഷ്യം കൊണ്ട് ആ രാമചിന്തയുള്ളൂ. അവസാനം രാമനാൽ വധിക്കപ്പെട്ടതുകൊണ്ട് എന്തായി? സകല പാപങ്ങൾ നശിച്ചു. രാമൻ തൊട്ടുല്ലോ. പുനർജന്മത്തിന് കാരണമായിട്ടുള്ള പുണ്യപാപങ്ങളിൽ നിന്ന് അങ്ങനെ രാവണൻ മുക്തനായി രാമസായുജ്യം ലഭിച്ചു. അതായത് ദേഷ്യം കൊണ്ടാണെങ്കിലും രാമചരിതത്തെ ശ്രവിച്ചു എന്ന് പറയാണ്. അതായത് ഹൃദിഭാവയൻ, എങ്ങനെയെങ്കിലും ഹൃദിഭാവയൻ, അത്രേ വേണ്ടൂ. ദേഷ്യം കൊണ്ടോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ആരാണ് എപ്പോഴും ഭഗവാനെ വിചാരിക്കണം വെച്ചാൽ അവരെ ഭഗവാൻ മുക്തി കൊടുക്കും. അതാണ് ഹൃദിഭാവയൻ എന്ന വാക്യം. അനുദിനം സ്വപ്നെ പശ്യതി, സ്വപ്നത്തിലും മനസ്സിൽ തന്നെ നിധിധ്യാസം, അതായത് വെറുതെ ഇരിക്കുമ്പോഴും, അതായത് ഹൃദയത്തിൽ വിചാരിക്കും, എപ്പോഴും സ്വപ്നത്തിലും കൂടും. അത് രാവണൻ്റെ രാമൻ്റെ കയ്യോ കൊണ്ടാണ് മരണം നിശ്ചയിച്ചിട്ട് അന്തേ നാരായണ സ്മൃതി ഉണ്ടായി. അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഭാഗ്യവാനായിട്ട് മരണം പ്രാപിച്ചത്, മരണം വരിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി എത്ര ശ്ലോകമുണ്ട്? 2 ശ്ലോകം കൂടി ഉണ്ടോ? അതും കൂടിയും ചെയ്യാം നമ്മൾ വിചാരിക്കാം. ഞാൻ 22 അതെ ചെയ്യാം. പാപിഷ്ഠോ, നെക്സ്റ്റ് ശ്ലോകം. പാപിഷ്ഠോ വാ ദുരാത്മാ പരധന പരദാരേഷു സക്തോ യദി സ്യാൽ നിത്യം സ്നേഹാത് ഭയാദ്വാ രഘുകുലതിലകം ഭാവയൻ സംപരേതഃ ഭൂത്വാ ശുദ്ധാന്തരാത്മാ ഭവശതജനിതാനേക ദോഷൈർവിമുക്തഃ സദ്യോ രാമസ്യ വിഷ്ണോഃ സുരവര വിനുതം യാതി വൈകുണ്ഠമാദ്യം. പാപിഷ്ഠൻ, അതായത് ഏറ്റവും പാപം ചെയ്യുന്നവനും, പിന്നെയോ ദുരാത്മാവും പരധന പരദാരേഷു സക്തോ, അതായത് പാപം ചെയ്യുന്നവനും, അതായത് ദുഷിച്ച മനസ്സോടുകൂടിയവനും, അന്യന്മാരുടെ ധനത്തിലും ഭാര്യമാരിലും അത്യന്തം ആസക്തനായിരുന്നിട്ട് പോലും നിത്യം സ്നേഹാത് ഭയാദ്വാ രഘുകുലതിലകം ഭാവയൻ, സ്നേഹം കൊണ്ടോ ഭയം കൊണ്ടോ എന്താ പറയുക, ദേഷ്യം കൊണ്ടോ ശ്രീരാമനെ ഭാവിച്ചുകൊണ്ട് തന്നെ മരണത്തെ പ്രാപിക്കുന്ന ആരായാലും, ദേഷ്യം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും ഭയം കൊണ്ടായാലും ആരാണ് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് മരണത്തെ പ്രാപിക്കുന്നത്, ആ ആള് അതാണ് രഘുകുലതിലകം ഭാവയൻ സംപരേത ഭൂത്വാ ശുദ്ധാന്തരാത്മാ. അങ്ങനെയുള്ള ആള് എന്താണ്? അന്ധക്കരണ പരിശുദ്ധി വന്നിട്ട് ആരാണ് അങ്ങനെ ഭഗവാനെ തന്നെ വിചാരിച്ചിട്ട് മരിക്കാൻ ഇപ്പം ഈ രാവണനെ പോലെ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അന്ധക്കരണം പരിശുദ്ധാവും. എന്നിട്ട് അനേക ജന്മങ്ങളിൽ സംഭവിച്ച പുണ്യപാപങ്ങളൊക്കെ നശിക്കും. ആനന്ദസ്വരൂപനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ദേവശ്രേഷ്ഠന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ആ ശാശ്വതമായിട്ടുള്ള വൈകുണ്ഠ ലോകത്തെ ആള് പ്രാപിക്കും എന്ന് പറയാണ്. അതായത് ഏതൊരാളാണ് എത്ര ദുഷ്ടനാണെങ്കിലും അന്യന്മാരുടെ ധനത്തിലും ദാരത്തിലും ആസക്തി ഉണ്ടായിട്ട് പോലും സ്നേഹം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഭയം കൊണ്ടോ ഭഗവാനെ സദാ സ്മരിക്കുകയാണെങ്കിൽ അവർ വൈകുണ്ഠ ലോകത്ത് ഉടനെ എത്തും. ആ ജന്മത്തിൽ തന്നെ കിട്ടുന്ന
അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭഗവാനെ എപ്പോഴും സ്മരിക്കുക. എങ്ങനെയായാലും അത് മാത്രമേ വേണ്ടൂ. നിരന്തരം സ്മരിക്കുന്നവർക്ക് അവസാനത്തിൽ പരമഗതി തന്നെ സിദ്ധിക്കും. അത് അനവധി കഥകളിൽ കൂടി നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഭക്തിർ മുക്തികരി ഭക്തിരേവ ഗരീയസി ഇങ്ങനെയൊക്കെ നാരദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതിലും. അതായത് ഏതൊരാളാണ് എത്ര പാപിയാണെങ്കിലും സദാ ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുന്നത്, എന്നിട്ട് അവസാനം ഭഗവാനെ തന്നെ സ്മരിച്ച് ജീവൻ വെടിയും ചെയ്താൽ അവരുടെ എല്ലാ പാപങ്ങളും നശിച്ച് അവർ വൈകുണ്ഠത്തെ പ്രാപിക്കും എന്നുള്ളത് സത്യം എന്നാണ്. പാപിഷ്ഠോ വാ ദുരാത്മാ, കണ്ടോ, പാപിഷ്ഠനായാലും ദുരാത്മാവായാലും പരധന പരദാരേഷു സക്തോ യതിസ്യാൽ, എന്നാലും നിത്യം സ്നേഹാത് ഭയാദ്വാ, സ്നേഹം കൊണ്ടോ ഭയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഭവശത ജനിതാനേക ദോഷൈർവിമുക്ത, എല്ലാ ദോഷങ്ങളും നീങ്ങിയിട്ട് സദ്യോ രാമസ്യ വിഷ്ണോഹോ സുരവരവിനുതം യാതി വൈകുണ്ഠമാദ്യം, എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്ന ആ വൈകുണ്ഠം അവർക്ക് ലഭിക്കും. അവസാനത്തെ ശ്ലോകം ഹത്വാ യുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമൗ വിഷ്ടഭ്യ തിഷ്ഠന്നിതരകരധൃതം ഭ്രാമയൻ ബാണമേകം ആരക്തോപാന്തനേത്ര ശരദളിതവപു സൂര്യകോടിപ്രകാശോ വീരശ്രീബന്ധുരാംഗസ്ത്രിദശപതിനുത പാതുമം വീരരാമ. നമസ്കാര ശ്ലോകമാണ്. എന്താ അർത്ഥം വെച്ചാൽ 3 ലോകങ്ങളിലുള്ളവരുടെയും അതിദുഃഖമനുഭവിച്ച രാവണനെ, അതിക്ലേശം അനുഭവിച്ച രാവണനെ സംഹരിച്ച ശേഷം, അതായത് ഈ 3 ലോകങ്ങളിലുള്ളവരെയും രാവണനെ സംഹരിച്ച ശേഷം ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കോദണ്ഡം ഭൂമിയിൽ ഇങ്ങനെ ഊന്നിയിട്ടുണ്ട്. അതിന്മേൽ ആ കോദണ്ഡ ബാണത്തിൽ ചാഞ്ഞുകൊണ്ട് നിൽക്കുന്നവനും വലത്തെ തൃക്കൈയിലുള്ള ഒരു ബാണത്തെ ആ കൈകൊണ്ട് ചുഴറ്റുന്നവനും രാവണ വിഷയകമായുണ്ടായ കോപം തീരെ ശമിച്ചിട്ടില്ലാത്തതിനാൽ വലത്തെ തൃക്കൈയിലുള്ള ഒരു ബാണത്തെ ആ കൈകൊണ്ട് ചുഴറ്റുന്നവനും രാവണനോടുണ്ടായ കോപം മുഴുവൻ ശമിച്ചിട്ടില്ലാത്തതിനാൽ അത്യന്തം ചുമന്ന കണ്ണുകളോടും രാവണൻ്റെ ശരം കൊണ്ട് മുറി ആയിരിക്കുന്ന തിരുമേനിയോടും കൂടി സൂര്യപ്രഭയോടും വീരലക്ഷ്മിയാൽ ആലിംഗനം ചെയ്യപ്പെട്ട മനോഹര അവയവങ്ങളോടും കൂടിയും ദേവശ്രേഷ്ഠന്മാരായ ബ്രഹ്മാദിദേവന്മാരാ സ്തുതിക്കപ്പെടുന്നവനുമായ വീരരാമൻ എന്നെ പരിപാലിക്കട്ടെ. അതായത് രാമധ്യാനം ആണ് ഇതിൽ. രാമനെ നമസ്കരിക്കണം. നമസ്കാര ശ്ലോകമാണ്. വളരെ നല്ല അർത്ഥത്തോടു കൂടിയിട്ടുള്ള ഒരു ശ്ലോകത്തോടു കൂടി ഈ 11ാം സർഗം രാവണവധത്തോടു കൂടി ഭഗവാന്റെ അവതാരോദ്ദേശത്തോടു കൂടി നമ്മൾ കഴിഞ്ഞു. ഭഗവാന്, അതായത് ഈ ശ്ലോകം കൊണ്ട് ഭഗവാനെ സ്മരിച്ചാൽ വളരെ വിശേഷമാണ്. ഒന്നും കൂടി അത് ചൊല്ലിയിട്ട് ഞാൻ നിന്ന് നിർത്താം. അതായത് വളരെ നല്ല അർത്ഥമാണ്. അതായത് 3 ലോകങ്ങളിലുള്ളവരെയും വളരെ എല്ലാവരെയും ഉപദ്രവിച്ച ആ രാവണനെ സംഹരിച്ചതിന് ശേഷം ഇടത്തെ തൃക്കയിൽ പിടിച്ചിരിക്കുന്ന കോദണ്ഡം ഭൂമിയിൽ ഊന്നിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് ആ കോദണ്ഡത്തുമ്പിലേക്ക്, ഇടത്തെ കയ്യിലത്തെ കോദണ്ഡത്തുമ്പിലേക്ക്. എന്നിട്ട് വലത്തെ തൃക്കയിലുള്ള ബാണത്തെ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ദേഷ്യം മാറിയിട്ടില്ല. ചുമന്ന കണ്ണുകളോടും ആ ദേഷ്യം മാറാത്തതുകൊണ്ടേ രാവണൻ്റെ ശരം ഒരുപാട് ഏറ്റിട്ട് കുറേശ്ശെ മുറികളൊക്കെ ഉള്ള ദേഹത്തോടും കോടി സൂര്യപ്രഭയോടും വീരലക്ഷ്മി, അതായത് അത്ര വീരപരാക്രമിയായിട്ടിരിക്കുന്ന ആ അവയവങ്ങളോടു കൂടിയും ദേവശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരാൽ പോലും സ്തുതിക്കപ്പെടുന്നവനുമായ വീരരാമൻ എന്നെ പരിപാലിക്കട്ടെ എന്നാണ്. അപ്പം ആ ശ്ലോകം വായിച്ച് നമുക്കിവിടെ ഇന്നത്തെ അവസാനിപ്പിക്കാം. രാവണവധത്തോടു കൂടി ഹത്വായുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ചാപം ഭൂമൗ വിഷ്ടഭ്യ തിഷ്ഠന്നിതരകരധൃതം ഭ്രാമയൻ ബാണമേകം ആരക്തോപാന്തനേത്ര ശരദളിതവപു സൂര്യകോടിപ്രകാശോ വീരശ്രീബന്ധുരാംഗസ്തിദശപതിനുത പാതുമം വീരരാമ.
ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ഏകാദശോധ്യായ സമാപ്ത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.